ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രോ, ഒരു സംശയം ചോദിക്കാനുണ്ട്. എൻ്റെ ഈ ഐഡിയ വയറിൻ്റെ അവിടെ ഉണ്ടല്ലോ ഭയങ്കര ഫാറ്റാണ്. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റുക? അത് സിമ്പിളല്ലേ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ എക്സസൈസ് ഇല്ല, മറ്റേ ക്രഞ്ചസ് അത് തന്നെ, അത് ചെയ്താൽ മതി. സിമ്പിളായിട്ട് കുറയും. എന്ത് ക്രഞ്ചസ് അടിച്ചാൽ ഫാറ്റ് കുറയുന്നോ? അപ്പോൾ ജിമ്മിൽ പോകുന്ന പല ആൾക്കാരുടെയും സംശയമാണ് എങ്ങനെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാം, എങ്ങനെ നമ്മുടെ കയ്യിലെ ഫാറ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തൈസിലെ ഫാറ്റ് കുറയ്ക്കാം. ഇതൊക്കെ ജിമ്മിൽ നമ്മളെ കോമൺ ആയിട്ട് ചോദിച്ചു തന്നൊരു ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ സ്പെസിഫിക് പാർട്ടിൽ നിന്ന് മാത്രമായിട്ട് ഫാറ്റ് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെപ്പറ്റി സ്റ്റഡീസ് വരെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ബോഡിയിലെ ഓവറോൾ ബോഡി ഫാറ്റാണ് കുറയ്ക്കാൻ പറ്റുക. അപ്പോൾ കറക്റ്റായിട്ടൊരു വർക്കൗട്ടും ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫാറ്റ് ലോസ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഡയറ്റിലാണ്. അപ്പോൾ ഡയറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാലോറിക് ഡെഫിസിറ്റ് ഡയറ്റ് വേണം ഫോളോ ചെയ്യാനായിട്ട്. പിന്നെ ഒരു മെത്തേഡാണ് ബോഡി റീകമ്പോസിഷൻ മെത്തേഡ്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാലോറിക് ഡെഫിസിറ്റ് ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും ഒരു മെയിൻ്റെനൻസ് കലോറി ലെവലുണ്ട്. ആ ലെവലിൽ താഴെ, അല്ലെങ്കിൽ ആ മെയിൻ്റെനൻസ് കലോറി ലെവൽ താഴെയായിട്ട് നമ്മൾ ഫുഡ് കൺസ്യൂം ചെയ്യുക. അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഈ ഫാറ്റ് ലോസ് എന്ന് പറയുന്ന സംഭവം പോസിബിൾ ആവുന്നത്. മെയിൻ്റെനൻസ് കലോറീസ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന് മുമ്പിലത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് TDE കാൽക്കുലേറ്റർ എന്ന് അടിച്ചു നോക്കുക, ടോട്ടൽ ഡെയിലി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റർ. അതിൽ നമ്മൾ ഹൈറ്റും വെയ്റ്റും ഏജും ഒക്കെ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഒരു കലോറി ലെവൽ കിട്ടും. അതിനെയാണ് മെയിൻ്റെനൻസ് കലോറീസ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് കലോറിയേക്കാൾ താഴെ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി 2500 കലോറി ആണെങ്കിൽ ഒരു 2000 കലോറി, ഒരു 500 കലോറി മൈനസ് ചെയ്തിട്ട് നിങ്ങൾ ഫുഡ് കൺസ്യൂം ചെയ്യുക. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വർക്കൗട്ടിലാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്, ഒന്നുകിൽ നടത്തം, അല്ലെങ്കിൽ ഓട്ടം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, മീൻസ് ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പങ്കെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. വർക്കൗട്ട് ചെയ്യണവരുടെ കേസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുക. പൊതുവെ കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് കാർഡിയോ മാത്രം ചെയ്യുന്നത്. നമ്മൾ കാർഡിയോ മാത്രം ഫോക്കസ് ചെയ്യാതെ കാർഡിയോയും വെയിറ്റ് ട്രെയിനിങ്ങും ഒരേപോലെ ഫോക്കസ് ചെയ്യുക. കാരണം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഡാമേജ് ആവും. അതിൽ മൈക്രോ ടിയേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ മൈക്രോ ടിയേഴ്സ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കും. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മളെ കുറച്ച് കലോറീസും ബേൺ ചെയ്യും. അപ്പോൾ ഒരു ബോഡിയുടെ സ്പെസിഫിക് പാർട്ടിയിൽ നിന്ന് മാത്രമായിട്ട് ഫാറ്റ് എടുത്തു കളയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.